സർപ്രൈസായിട്ട് മൈത്രിക്ക് ഇതാ ന്യൂ ഇയർ ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ ന്യൂ ഇയർ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് നൈറ്റായിട്ടാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ നല്ല സർപ്രൈസ് ആയിരുന്നു. കാരണം ഒട്ടും ആൾക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ടോ ഒന്നും. ആൾ നല്ല സർപ്രൈസായി. തുറന്നപ്പോൾ തന്നെ കുറേ ഐറ്റംസ് കണ്ടപ്പോഴേ ആളുടെ കിളി പോയി. കാരണം ഇതൊക്കെ ഷോപ്പിൽ ചെന്നിട്ട് വേണമെന്ന് വാശി പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ച് കൊടുക്കാത്ത സാധനങ്ങളാട്ടോ. പക്ഷെ അതെല്ലാം കൂടി കിട്ടിയപ്പോഴത്തേക്ക് ആൾ നല്ല സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഈ ഒരു ആൽബം ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കയ്യിൽ തന്നെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എടുത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഓരോ ഐറ്റംസും മൈത്രിക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ്. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ആൾക്ക് ഓൾറെഡി എന്താണ് ഇഷ്ടമെന്നുള്ളത് നമുക്കൊരു ഐഡിയയും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള പേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ആൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. എന്ത് വേസ്റ്റ് ഐറ്റം കടന്നാലും അതിനകത്ത് നിന്ന് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ മിക്കപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഐറ്റംസൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം റിങ് ഭയങ്കര ഇഷ്ടമാണ്. മിക്കപ്പോഴും ഷോപ്പിൽ പോയാൽ റിങ് വേണമെന്ന് പറയാറുണ്ട്, വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ റിങ് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഡെക്കറേഷൻ പരിപാടികളും ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ ആൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ ബോക്സുകളുടെ കൂടും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൈത്രിക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുക, അവർക്ക് വേണ്ടി തിരക്കി നടന്ന് കണ്ടുപിടിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്. പലപ്പോഴായിട്ട് അവരൊക്കെ പറയുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ സർപ്രൈസ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഗിഫ്റ്റൊക്കെ മൈത്രിക്ക് ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് ചോക്ലേറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഡബിൾ ഹാപ്പിയായി.